റിയൽമി ആദ്യം നർസോ സീരീസ് പുറത്തിറക്കിയപ്പോൾ പ്രോ മോഡൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ നമുക്കറിയാം നർസോ സീരീസ് വളരെ ഹിറ്റായൊരു സീരീസ് ആയിരുന്നു റിയൽമിയുടെ. അപ്പോൾ ഇത്തവണ അവർ നർസോ സീരീസിൽ പുതിയ സീരീസ് ഇറക്കിയപ്പോൾ, അതായത് നർസോ 10-ന് ശേഷം 20 സീരീസ് ഇറക്കിയപ്പോൾ ഇത്തവണ അവർ പ്രോ എന്ന മോഡലും കൂടി അവർ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നർസോ സീരീസിൽ ഇറങ്ങിയ നർസോ 20 പ്രോയുടെ അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ നമ്മളെന്തായാലും ലാഗ് അടുപ്പിക്കുന്നില്ല, നമുക്ക് അൺബോക്സ് ചെയ്ത് കാണാം. ബോക്സിൻ്റെ പിൻഭാഗത്തായിട്ട് കുറേ ഡീറ്റെയിൽസ് കമ്പനി കൊടുത്തിട്ടുണ്ട്. 65 വോട്ടിൻ്റെ സൂപ്പർ ഡാർട്ട് ചാർജറാണ്, 4500 mAh ബാറ്ററിയാണ് റിയൽമി നാർസോ 20 പ്രോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 90 ഹെർട്സിൻ്റെ അൾട്രാ സ്മൂത്ത് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. ഹീലിയോ G95 ഗെയിമിംഗ് ചിപ്സെറ്റാണ് ഈ ഒരു ഡിവൈസിനെ പവർഫുള്ളാക്കുന്നത്. 48 മെഗാപിക്സലിൻ്റെ AI ക്വാഡ് ക്യാമറയാണ് ഈ ഒരു ഡിവൈസിൽ നമുക്ക് ലഭിക്കുക. നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് കളർ മോഡലാണ്. 6GB റാം 64GB ഇൻറ്റേർണൽ ആണ് നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഈ ഒരു മോഡലിന് വരുന്നത്. നമുക്ക് സേഫ്റ്റി ഗൈഡ്, യൂസർ ഗൈഡ്, ഡോക്യുമെൻറ്റേഷനൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. സെമി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മൊബൈൽ കേസ് നമുക്ക് ഈ ഒരു ഡിവൈസിൻ്റെ ബോക്സിൻ്റെ കൂടെ തന്നെ ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫോണൊന്ന് പുറത്തെടുത്ത് നോക്കാം. നമുക്ക് ആ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ ഒരു ഡിസൈൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഡിസൈനാണ് നമുക്ക് റിയൽമി നാർസോ 20 പ്രോയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ബാക്ക് സൈഡിലൊക്കെ നല്ല ഷൈനിങ് അപ്പിയറൻസ് ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു വി ഷേപ്പിലുള്ളൊരു ഗ്രേഡിയൻ പാറ്റേൺ കൊടുത്തിരിക്കുന്നത് അവർ വിക്ടറിനെ സൂചിപ്പിക്കുന്നതാണ്. നാർസോ സീരീസ് വളരെ വിജയിച്ച ഒരു സീരീസ് ആയതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നതെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. പെട്ടെന്ന് അങ്ങനെ ഡസ്റ്റ് ഒന്നും ആവാത്ത ഒരു ബോഡിയാണ് ബാക്ക് സൈഡിൽ നമുക്ക് റിയൽമി നാർസോ 20 പ്രോയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഫോണിൻ്റെ താഴെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇയർഫോൺ ജാക്ക്, മൈക്ക്, ചാർജിംഗ് പോർട്ട്, സ്പീക്കർ ഗ്രിൽ. ഫോണിൻ്റെ റൈറ്റ് സൈഡിലാണ് ഫിംഗർ പ്രിൻറ്റ് സെൻസറും പവർ ബട്ടണും പ്ലേസ് ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലാണ് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺസ്. സിം ഇജക്ടർ ട്രേയും പ്ലേസ് ചെയ്തിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ്. നമുക്ക് മൊബൈൽ കേസിനകത്ത് ഈ ഒരു ഡിവൈസ് ഇട്ട് നോക്കാം. അതിൻ്റെ ആ ഒരു കംഫർട്ട് ഫിറ്റിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ കറക്റ്റായിട്ട് തന്നെ, വളരെ കംഫർട്ടിൽ തന്നെ ഫോൺ കേസിനകത്ത് സൂട്ടാക്കുന്നുണ്ട്. ഒരുവിധം ആവറേജ് ക്വാളിറ്റി ഉള്ള കേസാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് ബോക്സിൻ്റെ കൂടെ തന്നെ 65 വോട്ടിൻ്റെ ഒരു ചാർജർ ബ്രിക്കും അതോടൊപ്പം തന്നെ ടൈപ്പ് സി ചാർജിങ് കേബിളും ലഭിക്കുന്നുണ്ട്. സിം ഇജക്ടർ ടൂള് നമുക്ക് ബോക്സിൻ്റെ ഏറ്റവും താഴെയായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത് കാണാം. റിയൽമി നാർസോ 20 പ്രോയിൽ ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് വരുന്നത്. ഒരേ സമയം നമുക്ക് 2 സിം കാർഡും ഒരു മെമ്മറി കാർഡും യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഡിവൈസ് ഓൺ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അങ്ങനെ ഡിവൈസ് ഇവിടെ ഓൺ ആയിരിക്കുകയാണ്. നമുക്ക് കുറച്ച് പ്രീ ഇൻസ്റ്റാൾഡ് അപ്ലിക്കേഷൻസ് ഈ ഒരു ഡിവൈസിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്, അതായത് റിമൂവ് ചെയ്ത് കളയാനായിട്ട് സാധിക്കുമെന്ന് നോക്കാം. തീർച്ചയായിട്ടും പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് ഫോൺ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ഡിവൈസിൻ്റെ സാർ വാല്യൂ, ഹെഡ് സാർ വാല്യൂ 0.990, ബോഡി സാർ വാല്യൂ 0.934. ഫോണിൻ്റെ എബൌട്ട് ഫോൺ സെക്ഷനിൽ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. റിയൽമി നാർസോ 20 പ്രോ, റിയൽമി UI വേർഷൻ 1, ഒക്ടാ കോർ പ്രോസസ്സറാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. 64GB ഇൻറ്റേർണലിൽ 51.6GB ആണ് യൂസേഴ്സിന് അവൈലബിൾ ആയിരിക്കുന്നത്. ആൻഡ്രോയിഡ് വേർഷൻ 10, 6GB റാം. റിയൽമി നാർസോ 20 പ്രോയിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് വരുന്നത്. വളരെ എഫിഷ്യൻ്റായിട്ട് തന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ ടച്ച് ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റിൽ തന്നെ ഫോൺ അൺലോക്ക് ആവുന്നുണ്ട്. ഒരു രീതിയിലുള്ള ഡിലേ നമുക്ക് ഈ ഒരു ഡിവൈസിൽ കാണാനായിട്ട് സാധിക്കുന്നില്ല. ഫേസ് റെക്കഗ്നിഷൻ ആണെങ്കിലും വളരെ സ്മൂത്തായിട്ട് തന്നെയാണ് ഈ ഒരു ഡിവൈസിൽ വർക്ക് ചെയ്യുന്നത്. റിയൽമി നാർസോ 20 പ്രോയിൽ റിയർ സൈഡിൽ വരുന്നത് ക്വാഡ് ക്യാമറയാണ്. 48 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ, 8 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിൾ ലെൻസ്, 2 മെഗാപിക്സലിൻ്റെ പോർട്രേറ്റ് ലെൻസ്, 2 മെഗാപിക്സലിൻ്റെ മാക്രോ ലെൻസ്. ഫ്രണ്ട് സൈഡിൽ 16 മെഗാപിക്സലിൻ്റെ ഒരു സിംഗിൾ ഷൂട്ടറാണ് വരുന്നത്. ഇൻബിൽട്ട് ക്യാമറ ആപ്ലിക്കേഷനിൽ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. നൈറ്റ് മോഡ്, വീഡിയോ മോഡ്, ഫോട്ടോ മോഡ്, പോർട്രേറ്റ് മോഡ്, 48 മെഗാപിക്സൽ, ടൈം ലാപ്സ്, അൾട്രാ, മാക്രോ, സ്ലോ മോഷൻ, എക്സ്പേർട്ട്. ഫ്രണ്ട് ക്യാമറയിലും നമുക്ക് നൈറ്റ് മോഡ്, വീഡിയോ മോഡ്, ഫോട്ടോ മോഡ്, പോർട്രേറ്റ്, സ്ലോ മോഷൻ, പനോരമ, ടൈം ലാപ്സ് എന്നീ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമുക്ക് ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്ത് മാക്സിമം എടുക്കാൻ പറ്റുന്ന വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 720 180p വീഡിയോസാണ്.
റിയർ ക്യാമറയിലാണെങ്കിൽ നമുക്ക് 4K വീഡിയോ 30 ഫ്രെയിം പെർ സെക്കൻഡിലും 720p വീഡിയോ അല്ലെങ്കിൽ 180p വീഡിയോ നമുക്ക് 30 അല്ലെങ്കിൽ 60 ഫ്രെയിം പെർ സെക്കൻഡ് വരെ മാക്സിമം റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ചാനൽ സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.